ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ സ്റ്റോറിയെ പറ്റിയാണ്, നോട്ട് കേരള സ്റ്റോറി. ഇവിടെ കേരളത്തിൽ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ബീഫാണ്. ബാക്കിയുള്ള ആവശ്യ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട് ഇപ്പം നന്നായിട്ട് പോകുന്നുണ്ട്. അതെങ്ങനെയെങ്കിലും കുട്ടിച്ചോറാക്കുക അല്ലെങ്കിൽ കുട്ടിച്ചോറാക്കുക എന്നൊക്കെ പറയില്ലേ, അതായത് തിന്നിട്ട് എല്ലിൻ്റെ ഇടയ്ക്ക് കയറുക എന്ന് പറയത്തില്ലേ, അതാണ്. പക്ഷേ ഐ വിൽ ഷോ ദ ബിഗ് സ്റ്റോറി. ഐ തിങ്ക് ജിസ് ന്യൂസ് എന്ന് പറഞ്ഞൊരു ചാനൽ പബ്ലിഷ് ചെയ്തതാണ്. ദിസ് ഈസ് എ റിയൽ സ്റ്റോറി ഓഫ് ഇന്ത്യൻ പീപ്പിൾ, എസ്പെഷ്യലി വുമൺ. They are tribals, they suffer a lot because they're suffering untouchability. This is a big issue. That is a big issue because they are the real reservation category. No education, they have no sanitation facilities, they have mostly facing the periods time, they have facing biggest untouchability. ബേസിക് അമ്യൂണിറ്റി നടക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ കച്ചോലി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് നടക്കുന്നത്. ആ ഗ്രാമത്തിലെ പെൺകുട്ടികൾക്ക് പീരിയഡ്സ് വരുമ്പോൾ അവർ കുർമാക്കർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു കുറച്ച് ഇങ്ങനെ വിറകം കൊള്ളിയൊക്കെ ഇട്ടിട്ട് കുറച്ച് ഇതൊക്കെ വെച്ച് എന്താ പറയുക, ചാക്കോ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് ഒരു വീട് അതിൽ ഒറ്റയ്ക്ക് കൊണ്ട് താമസിപ്പിക്കുകയാണ്. 3-4 ദിവസം ആരോടും മിണ്ടാൻ പാടില്ല, സഹകരിക്കാൻ പാടില്ല, ആരെയും നോക്കാനോ തൊടാനോ ഒന്നും പാടില്ല. അവർക്ക് പാഡ് മാറ്റാനാണെങ്കിലും ഒന്നിനും ഒരു സൗകര്യം ഇല്ലാത്തൊരു സ്ഥലമല്ല. പീരിയഡ്സ് ആകുമ്പോൾ നമ്മുടെ സിറ്റുവേഷൻ എന്താണെന്ന് നല്ല പെയിൻ ആയിരിക്കും. വാഷ്റൂം ഈ പറയുന്ന കുന്ത്രാണം പിടിച്ച വീട്ടിനുള്ളിൽ, ഈ കുടിലിനുള്ളിൽ ഒരു കക്കൂസ് പോലും ഇല്ല. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ സിറ്റുവേഷൻ വരുന്നത് നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളിതിനെ എങ്ങനെ റിയാക്ട് ചെയ്യും? ഈ വീടിനകത്താണെങ്കിൽ രാത്രി സമയമാകുമ്പോഴത്തേക്കും പല പുരുഷന്മാരും ഈ പെൺകുട്ടികളെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരാറുണ്ടെന്നാണ് പറയുന്നത്. അവിടെ ഉള്ള ഒരു 18 വയസ്സായ പെൺകുട്ടികൾ ആ കുട്ടിയോടെ പോകാറില്ല. 90% ലേഡീസും അവിടെയാണ് ഈ ദിവസങ്ങളിൽ താമസിക്കുക. അവിടെയുള്ള പുരുഷന്മാരെന്ന് പറയുന്നത് ഒട്ടും എഡ്യൂക്കേറ്റഡ് അല്ല. അവർക്ക് ഇതൊരു പ്രശ്നം പറയുന്നത് ആർട്ടിക്കിൾ 21 കോൺസ്റ്റിറ്റ്യൂഷനുള്ളിൽ വെച്ചിട്ട് പറയുന്നത് മെൻസ്ട്രൽ ഹെൽത്ത് എന്ന് പറയുന്നത് റൈറ്റ് ടു ലൈഫ് എന്നാണ്. ഇപ്പം അവരുടെ സ്കൂൾ ഡിഗ്രേഡബിൾ ആയിട്ടുള്ള സാനിറ്ററി പാഡ് കൊടുക്കുക, അവർക്ക് ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ ബാത്റൂം സെപ്പറേറ്റ് അവർക്ക് കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് കോർട്ട് പറയുന്നത്. അപ്പോൾ ഇവരനുഭവിക്കുന്ന ഈ സ്റ്റോറീനെ നമ്മൾ എന്ത് സ്റ്റോറി വിളിക്കുക? ഇന്ത്യൻ സ്റ്റോറി എന്ന് വിളിക്കണോ, മഹാരാഷ്ട്ര സ്റ്റോറി എന്ന് വിളിക്കണോ? ഈ ഒരു സ്റ്റോറി വെച്ച് കണ്ടു നോക്കൂ നിങ്ങൾ, അപ്പോൾ മനസ്സിലായി. ഈ സ്റ്റോറി വെച്ചിട്ട് ഫാർ ബെറ്ററാണ് കേരള. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടാക്കിയെടുത്താലേ ഇവിടെ ഉള്ളവർക്ക് അല്ലെങ്കിൽ അവർക്ക് എന്താ പ്രൊപ്പഗാൻഡ ഫിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഊഹിക്കാമല്ലോ. അതുപോലെ തന്നെ ഇതിലെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ റിസർവേഷൻ എന്ന് പറയുന്നത്, റിസർവേഷൻ ശരിക്കും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇങ്ങനെ റിസർവേഷൻ ഉണ്ട് എന്ന് പോലും അറിയാത്ത, ബേസിക് കാര്യങ്ങളെ പറ്റി യാതൊരു അവയർനെസ്സും ഇല്ലാത്ത ഇവർക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചിലവാക്കുന്ന ഈ പൈസ അല്ലെങ്കിൽ ഈ ഫണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് ചെയ്ത് എന്തെങ്കിലും ടൗൺഷിപ്പ് പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അങ്ങനെയുള്ള ഇന്ത്യയിലെ പല പല സ്റ്റേറ്റുകളും നമുക്ക് കൊണ്ടുവരാൻ കഴിയും, ഉയരങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിയും, അല്ലെങ്കിൽ അവരുടെ ബേസിക് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നന്നാക്കി എടുക്കാൻ പറ്റും. അതൊന്നും ചെയ്യാതെ എവിടെയാണോ ഒത്തിരി മര്യാദയ്ക്ക് ജീവിക്കുന്നത് അവിടെയുള്ള ആൾക്കാരെ നശിപ്പിക്കുക എന്നത് മാത്രമാണ് പ്രൊപ്പഗാൻഡ. അവിടെ കുട്ടികൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, സ്കൂളിൽ വിടുന്നില്ല, മനസ്സിലായില്ലേ? അപ്പം അവരെ സ്കൂളിൽ വിടണമെങ്കിൽ അവരുടെ പാരൻസിന് എഡ്യൂക്കേഷൻ വേണ്ടേ? അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ മരിക്കുന്നുണ്ട്, പാമ്പ് കടിച്ചിട്ടാണ്. പിന്നെ ഇത്രയും ദിവസം ഒറ്റയ്ക്കൊരു റൂമിൽ ഇങ്ങനെ ഇട്ടിരുന്നാലേ പാമ്പ് കടിക്കാതിരിക്കും. അവിടെ മരണങ്ങൾ സംഭവിക്കുന്നതിൽ ഒന്നും പാമ്പ് കടിച്ചിട്ട്. ബേസിക് അമ്യൂണിറ്റീസ് ഇല്ല, സാനിറ്റേഷൻ ഇല്ല, കുടിക്കാനുള്ള വെള്ളം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ, കോൾഡ് വന്നാൽ, മഴ വന്നാൽ അങ്ങനെയൊക്കെ. അതുപോലെ അനീമിക്കാണ് എന്ന് വെച്ചാൽ പ്രോപ്പർ ഫുഡ് കിട്ടണമെങ്കിൽ അവരല്ല പല കാര്യങ്ങളിലും. സോ ഇത്രയും പ്രശ്നങ്ങൾ അവിടെ കിടക്കുമ്പോഴാണ് കേരള സ്റ്റോറി. ഇപ്പോഴും ഐ വിൽ ടെൽ, വിമൻ ഐസൊലേറ്റഡ് ആണ് അവിടെ, ഐസൊലേറ്റഡ്. ഈ ഒരു കാര്യത്തിൽ ഞാൻ പറയാം, ഈ അൺടച്ചബിലിറ്റിയുടെ കാര്യത്തിൽ ടെമ്പിൾ പോകുന്നതൊക്കെ വിട്. പക്ഷേ ഈ ബേസിക് ആയിട്ടുള്ള അൺടച്ചബിലിറ്റി ഇഷ്യൂസ് ഇപ്പോഴും പല വീടുകളിലും നമ്മുടെ കേരളത്തിലുമുണ്ട്. Thank you for watching. Think positively and don't forget to subscribe.